കോഴിക്കോട് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് ഗർഭിണി മരിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് യുവതിയുടെ കുടുംബം രംഗത്ത് വന്നു. മകൾക്ക് ഭർത്തൃവീട്ടിൽ പ്രയാസമുണ്ടായിരുന്നതായി സോനയുടെ മാതാവ് പറയുന്നു. ഭർത്താവ് രജിൻലാലിന് മറ്റൊരു ബന്ധമുണ്ടായിരുന്നതായും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. അതേസമയം തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് അല്ലെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ്. അതുകൊണ്ട് തന്നെ എങ്ങനെ തീപിടിച്ചു എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്താനാണ് തീരുമാനം. കാറിന്റെ ഇന്ധന ടാങ്കിനോ ബോണറ്റിനോ ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല. സോന ഇരുന്ന പിറകു സീറ്റിൽ നിന്നാണ് തീ പടർന്നുയർന്നത്. അവിടെ മാത്രം എങ്ങനെ കത്തിയെന്ന സംശയം കൂടി പോലീസിനുണ്ട്. കഴിഞ്ഞ ദിവസമാണ് പേരാമ്പ്ര ചെറുവണ്ണൂർ കക്കറമുക്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന് തീപിടിച്ച് 8 മാസം ഗർഭിണിയായ യുവതി മരിക്കുന്നത്. കക്കറമുക്ക് സ്വദേശിയായിട്ടുള്ള റെജിൻലാലിന്റെ ഭാര്യ സോനയാണ് മരിച്ചത്. റെജിൻലാലും ആ കാറിൽ തന്നെ ഉണ്ടായിരുന്നു. റെജിൻലാൽ മുൻഭാഗത്ത് ഡ്രൈവിംഗിലായിരുന്നു, സോന പിൻഭാഗത്തെ സീറ്റിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഓടിക്കൊണ്ടിരിക്കുന്ന ഈ കാറിന് തീ പിടിച്ചത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ സോന മരണപ്പെടുകയും ചെയ്തു. അതേസമയം റെജിൻലാൽ ഇപ്പോഴും 65% പൊള്ളലേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. ഈ കാറ് കത്താനുള്ള പ്രാഥമിക കാരണം ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നുള്ളതായിരുന്നു പോലീസിന്റെ നിഗമനം. എന്നാൽ ഇപ്പോൾ അതല്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ കാറിനുള്ളിലെ വയറിംഗിൽ തകരാറോ അല്ലെങ്കിൽ ഇന്ധന ടാങ്കിന് മറ്റു പ്രശ്നങ്ങളോ ഒന്നും തന്നെ കാണുന്നില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇവിടെയാണ് ഈ കുടുംബത്തിന് സംശയം ഉദിക്കുന്നത്. കുടുംബം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമെന്ന് പറയുന്നത് ഈ കാറിന്റെ ഉൾഭാഗം മാത്രം എങ്ങനെ കത്തി എന്നുള്ളതാണ്. മുൻഭാഗത്തും പിൻഭാഗത്തും തീ പടർന്നിട്ടുണ്ടെങ്കിലും ബോണറ്റിലേക്ക് അത് എത്തിയിട്ടില്ല എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുടുംബം ആരോപിക്കുന്നത്, സോനയുടെ കുടുംബം ആരോപിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ റിജിന്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ റിജിന് പങ്കുണ്ട് എന്നുള്ള കാര്യമാണ് കുടുംബം ഇവിടെ വ്യക്തമാക്കുന്നത്. ആ ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. സോന ഭർത്തൃ വീട്ടിൽ വളരെയധികം മാനസിക പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ് സോനയുടെ അമ്മയായിട്ടുള്ള വസന്ത പറയുന്നത്. അതായത് റെജിൻലാലിന് മറ്റൊരു യുവതിയുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും ഇതറിഞ്ഞ സോന ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിനിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള കാര്യം ഈ ബന്ധുവായ ഒരു യുവതിയും പറയുന്നുണ്ട്. പിന്നീട് റെയിൽവേ പോലീസ് ഉൾപ്പെടെ ഇടപെട്ടാണ് സോനയെ പിന്തിരിപ്പിച്ചതെന്നുള്ള കാര്യമാണ് യുവതി പറയുന്നത്. എന്തായാലും ഈ ഭർത്തൃ വീട്ടിനെതിരെയാണ് കുടുംബത്തിന്റെ ആരോപണം ഉന്നയിക്കുന്നത്. പലതവണ ഈ സോനയെ വീട്ടിൽ പട്ടിണി കിട്ടിയിരുന്നുള്ള കാര്യം കൂടെ സോനയുടെ കുടുംബം ആരോപിക്കുന്നുണ്ട്. സോന കുടുംബവുമായി ബന്ധപ്പെടുന്നത് ഈ ഭർത്തൃ വീട്ടുകാർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം കുടുംബം പറയുന്നുണ്ട്. ഇപ്പോൾ ഗർഭിണിയായ ശേഷം മാത്രമാണ് സോനയുമായി അമ്മ ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ ബന്ധപ്പെടുന്നത്. 2 മാസത്തോളം ശേഷം ഈ സോന പാലേരിയിലെ സോനയുടെ വീട്ടിലായിരുന്നു. പിന്നീടാണ് റിജിന്റെ കക്കറമുക്കിലെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോയത്. ഈ സംഭവം നടക്കുന്ന ദിവസവും അവർ ബന്ധുവീട്ടിൽ പോയി തിരിച്ചു വരികയായിരുന്നു. ആ സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. എന്തായാലും ഇതിൽ കൂടുതൽ അന്വേഷണം വേണമെന്നുള്ളതാണ് കുടുംബം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതിലൊരു ദുരൂഹതയുണ്ട് എന്നുള്ളത് തന്നെയാണ് കുടുംബം വിശ്വസിക്കുന്നത്. കാരണം എന്താണ് കാറിലെ തകരാറ് എന്നുള്ളത് ഇതുവരെ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. കാറ് പൂർണ്ണമായി മുൻപോട്ട് കത്തിയിട്ടില്ല. സോന ഇരുന്ന ബാക്ക് ഭാഗത്ത് മാത്രമാണ് കത്തിയത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വേണമെന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം. എന്തായാലും സംശയങ്ങൾ ഉയർത്തുന്നതിന് പല കാരണങ്ങളുണ്ട്. രജിൻലാലും സോനയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. രജിൻലാലിന് മറ്റു സ്ത്രീകളുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് തവണ സോന ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്നടക്കം ബന്ധുക്കൾ പറയുന്നു. അതേസമയം തന്നെ മരണത്തിന് ശേഷം ഗാർഹിക പീഡനത്തിന് ഞെട്ടിക്കുന്ന ആരോപണങ്ങളാണ് കുടുംബം ഉയർത്തുന്നത്. വീട്ടിലൊരു പുതിയ അതിഥി, അതായത് സോന പ്രസവിക്കാനിരിക്കുക, ഒരു കുഞ്ഞു പിറക്കാനിരിക്കുകയാണ് ഇത്തരത്തിലൊരു സംഭവം അവിടെ ഉണ്ടാകുന്നത്. വീടിന് തൊട്ടടുത്ത് വെച്ച്, അതായത് ആശുപത്രിയിലേക്ക് പോയി തിരികെ വീടിനോട് അടുത്തെത്താൻ നേരത്താണ് ഇത്തരത്തിലൊരു പൊട്ടിത്തെറിയും തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഒരുപാട് സംശയങ്ങൾ ബാക്കിയാണ്. വിശദമായ അന്വേഷണം നടത്തേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.